ചോദ്യം: പുതുമണവാളന് സ്വർണ്ണമോതിരം അണിയിക്കുന്ന ഒരാചാരം നിലനിൽക്കുന്നുണ്ട്. എന്ത് പറയുന്നു? ഉത്തരം: ഹറാമാണത്. സ്വർണവും വെള്ളി ആഭരണങ്ങളും പുരുഷന് നിഷിദ്ധമാണ്. വെള്ളി മോതിരം മാത്രമേ അനുവദനീയമുള്ളൂ. ചോദ്യം: ഭാര്യ ഭർത്താവിനേക്കാൾ പ്രായക്കൂടുതൽ ഉള്ളവളാകൽ കൊണ്ട് വല്ല കുഴപ്പവുമുണ്ടോ? ഉത്തരം: പ്രായം, സമ്പത്ത്, തറവാട്, നീളം എന്നീ കാര്യങ്ങളിൽ ഭാര്യ ഭർത്താവിനേക്കാൾ താഴ്ന്നിരിക്കണമെന്നും അല്ലാതിരുന്നാൽ ഭർത്താവിനെ അവൾ നിസ്സാരപ്പെടുത്താൻ ഇടയാകുമെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചോദ്യം: മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പിതാവിനോ പിതാവിൻ്റെ അഭാവത്തിൽ പിതാമഹനോ അവളുടെ സമ്മതം ചോദിക്കൽ നിർബന്ധമുണ്ടോ? ഉത്തരം: കന്യകയെയും സംയോഗം കൊണ്ടല്ലാതെ കന്യകത്വം നീങ്ങിയവളെയും അവളുടെ സമ്മതമില്ലാതെ പിതാവിനും പിതാവില്ലെങ്കിൽ പിതാമഹനും വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം ഉണ്ട്. എന്നാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മകളാണെങ്കിൽ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സമ്മതം ചോദിക്കൽ സുന്നത്താണ്. ചോദ്യം: സംയോഗം കൊണ്ട് കന്യകത്വം നീങ്ങിയവളാണെങ്കിലോ? ഉത്തരം: അപ്പോൾ അവളുടെ സമ്മതം വാങ്ങൽ പിതാവിനും പിതാമഹനും നിർബന്ധമാണ്. വാക്കാൽ തന്നെ സമ്മതം വാങ്ങിയിരിക്കണം. ചോദ്യം: പിതാവ് തിരഞ്ഞെടുത്ത പുരുഷനെ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ? ഉത്തരം: മകൾക്ക് ഇഷ്ടമല്ലാത്തവന് അവളെ വിവാഹം ചെയ്തു കൊടുക്കൽ കറാഹത്താണ്. ചോദ്യം: കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ വിവാഹം ചെയ്യൽ സുന്നത്താണല്ലോ. എങ്ങനെയാണ് അവൾ കൂടുതൽ പ്രസവിക്കുന്നവളാണെന്ന് മനസ്സിലാക്കുക? ഉത്തരം: അവളുടെ കുടുംബ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ചോദ്യം: ഉമ്മയുടെ സഹോദരന്റെ മകളെ വിവാഹം ചെയ്യൽ അനുവദനീയമാണോ? ഉത്തരം: അതെ, അനുവദനീയമാണ്. ഇപ്രകാരം ഉമ്മയുടെ സഹോദരിയുടെ മകളെയും ഉപ്പയുടെ സഹോദരീ സഹോദരന്മാരുടെ മക്കളെയും വിവാഹം ചെയ്യാവുന്നതാണ്. ചോദ്യം: ഒരു വ്യക്തിയെക്കുറിച്ച് വിവാഹാലോചന നടത്തിയ ആളോട് ആ വ്യക്തിയെക്കുറിച്ച് അയാളുടെ ന്യൂനതകൾ പറഞ്ഞുകൊടുക്കാമോ? കൊടുക്കാമെങ്കിൽ അത് ഗീബത്താവില്ലേ? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ജഹ്മ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം ഭാര്യയെ നന്നായി അടിക്കുന്നവനാണ്. നന്മ ഉദ്ദേശിച്ച് ന്യൂനത പറയൽ നിർബന്ധമാണ്. അത് പറയൽ നിർബന്ധമായ ഗീബത്താണ്. അവൻ നിങ്ങളുടെ മകൾക്ക് യോജിക്കില്ല, അവൻ തെമ്മാടിയാണ് എന്നൊക്കെ പറയാം. പക്ഷേ അയാളെപ്പറ്റി ന്യൂനത പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ന്യൂനത പറയരുത്. ചോദ്യം: നിക്കാഹ് പള്ളിയിൽ വെച്ചാവുന്നതിൽ പ്രത്യേകം പുണ്യമുണ്ടോ? ഉത്തരം: നിക്കാഹ് പള്ളിയിൽ വെച്ചാവൽ സുന്നത്താണ്. വെള്ളിയാഴ്ചയാവലും പകലിൻ്റെ ആദ്യ സമയത്താവലും പ്രത്യേകം സുന്നത്തുണ്ട്. എന്നാൽ പണ്ഡിതന്മാർക്കും സജ്ജനങ്ങൾക്കും ജുമുഅക്ക് ശേഷമാണ് സൗകര്യമെങ്കിൽ അവരെ പരിഗണിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചോദ്യം: നിക്കാഹ് കഴിയലോടുകൂടി തന്നെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാകുമോ? ഉത്തരം: നിർബന്ധമാകില്ല. അവൾ ഭർത്താവിന് സുഖമെടുക്കാൻ അവളുടെ ശരീരം സൗകര്യപ്പെടുത്തി കൊടുക്കലോടുകൂടി മാത്രമേ ചെലവ് കൊടുക്കൽ നിർബന്ധമാവുകയുള്ളൂ. ചോദ്യം: പിണങ്ങി നിൽക്കുന്ന ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമുണ്ടോ? ഉത്തരം: പിണങ്ങി നിൽക്കുന്ന ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല. ചോദ്യം: വിവാഹ സദ്യ എപ്പോഴാണ് നൽകേണ്ടത്? ഉത്തരം: ഭാര്യ ഭർത്താക്കന്മാർ സംയോഗത്തിലേർപ്പെട്ട ശേഷമാണ് വിവാഹ സദ്യ നൽകാൻ ഉത്തമമായ സമയം. അതാണ് നബിചര്യയും. നിക്കാഹ് മാത്രം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അടിസ്ഥാന സുന്നത്ത് മാത്രമേ ലഭിക്കൂ. ചോദ്യം: വധൂവരന്മാർ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ എന്തെങ്കിലും ചൊല്ലേണ്ടതുണ്ടോ? ഉത്തരം: ഉണ്ട്. ആദ്യ രാത്രി ഭാര്യയുടെ തലയിൽ കൈവച്ച് ഭർത്താവ് ഇങ്ങനെ ചൊല്ലണം: ബാറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സാഹിബിഹി. ചോദ്യം: ഗുളികയോ മരുന്നോ മറ്റോ ഉപയോഗിച്ച് വികാരം പാടെ നശിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഉത്തരം: മക്കളുണ്ടാകാത്ത വിധം ഗുളികയോ മരുന്നുകളോ മറ്റോ ഉപയോഗിച്ച് വികാരം പാടെ നശിപ്പിക്കൽ ഹറാമാണ്. അപകടമുണ്ടാകില്ലെന്ന ഉറപ്പോടെ താൽക്കാലികമായി ചെയ്യൽ കറാഹത്തുമാണ്. നോമ്പെടുത്ത് വികാരം ശമിപ്പിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ചോദ്യം: അടുത്ത കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം: അടുത്ത കുടുംബത്തിൽപ്പെട്ടവളുമായി ഇണചേരുമ്പോൾ വികാരം ദുർബലമാകും എന്നതിനാൽ അവളിലൂടെ ജനിക്കുന്ന കുഞ്ഞ് മെലിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ടാണ് അടുത്ത കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നത്. ചോദ്യം: വധുവിന് മഹർ നൽകുന്നത് സ്വർണം തന്നെയാവണമെന്ന് നിർബന്ധമുണ്ടോ? ഉത്തരം: സ്വർണം തന്നെയാവണമെന്ന് നിർബന്ധമില്ല. വിലമതിക്കുന്ന എന്തു വസ്തുവും നൽകാം.